ഇത് ഒരു തുടർ വീഡിയോ ആണ്. ആദ്യ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വരൂപമായ മഹാവിഷ്ണുവിന് എങ്ങനെ ശാപം കിട്ടി എന്ന ചോദ്യത്തിന് വാൽമീകി ഉത്തരം പറയുവാൻ ആരംഭിച്ചു. ഒരു നാൾ മഹാവിഷ്ണു ഭഗവാൻ സത്യലോകത്തേക്ക് യാത്രയായി, അതായത് ബ്രഹ്മലോകത്തേക്ക്. അദ്ദേഹത്തെ കണ്ടതും അവിടെയുള്ള എല്ലാവരും ബഹുമാന സൂചകമായി എഴുന്നേറ്റ് നിന്നു. എന്നാൽ സനത്കുമാരൻ എന്ന ഒരു ഋഷി മാത്രം എഴുന്നേറ്റില്ല. ഇത് കണ്ടതും നാരായണൻ അദ്ദേഹത്തെ ശപിക്കുന്നു. എന്നാൽ ഗുരു ദക്ഷിണാമൂർത്തിയിൽ നിന്നും നേരിട്ട് കൈലാസത്തിൽ വിദ്യകൾ അഭ്യസിച്ച ആളാണ് അദ്ദേഹം. സനത് കുമാരൻ വിഷ്ണുവിനെ തിരികെ ശപിക്കുന്നു. നീ ചെയ്ത ഈ പ്രവൃത്തിക്ക് ഭൂമിയിൽ പിറവിയെടുക്കേണ്ടി വരും, മാത്രമല്ല പല ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും. ആ ശാപം കൂടാതെ ഭൃഗുമഹർഷിയും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ പിരിഞ്ഞതിനുള്ള കാരണം നാരായണൻ ആണ് എന്ന് പറഞ്ഞ് മഹർഷിയും ശപിക്കുന്നു. നാരായണ, ഞാൻ എൻ്റെ പത്നിയില്ലാതെ എത്രമാത്രം വിരഹം അനുഭവിച്ചോ അത്രയും വിരഹദുഃഖം താങ്കളും അനുഭവിക്കും. അങ്ങനെ പല ശാപങ്ങളുടെയും കർമ്മഫലങ്ങളെ തീർക്കുവാൻ നാരായണൻ മനുഷ്യരൂപത്തിൽ വന്നതാണ് ശ്രീരാമൻ. ദേവനായാലും ഭഗവാനായാലും കർമ്മഫലങ്ങൾ തീർക്കണം എങ്കിൽ മനുഷ്യജന്മം സ്വീകരിച്ചാൽ മാത്രമേ മതിയാകൂ എന്ന് വാൽമീകി അരിഷ്ടനേമിയോട് പറയുന്നു. നാരായണൻ മനുഷ്യനായി ജന്മമെടുത്തതാണ് ശ്രീരാമൻ. അങ്ങനെയുള്ള ശ്രീരാമന്റെ കഥയാണ് രാമായണം. ഈ കഥയിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ വീണ്ടും വീണ്ടും ചിന്തനം നടത്തുന്ന ഒരാൾക്ക് ഉറപ്പായും ജ്ഞാനത്തിന്റെ നെറുകയിൽ എത്തുവാൻ സാധിക്കും. അതിനെപ്പറ്റിയെല്ലാം ഞാനിപ്പോൾ താങ്കൾക്ക് പറഞ്ഞു തരാം. എല്ലാത്തിനെയും ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. അങ്ങനെ രാമന്റെ കഥ ആരംഭിക്കുന്നു. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീരാമൻ ദേശപര്യടനം നടത്തി കൊട്ടാരത്തിൽ തിരിച്ചെത്തുന്നു. എന്നാൽ തിരിച്ചു വന്നത് വളരെ വ്യത്യാസത്തോടെയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിനും ശരീരത്തിനും മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ ഉള്ള രാമന്റെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിച്ചിരിക്കുന്നു. എന്തിനാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അവശേഷിച്ചത്. ഒരു ജോലിയിലും അദ്ദേഹം വ്യാപൃതനാകുന്നില്ല, ശരിയായി ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. ഈ ഒരു പ്രവൃത്തി എല്ലാവരെയും ധർമ്മസങ്കടത്തിലാഴ്ത്തി. ദശരഥ മഹാരാജാവ് തന്റെ പുത്രന്റെ ഈ പ്രവൃത്തികളിൽ വളരെയധികം ദുഃഖിച്ചു. അങ്ങനെ ഒരു നാൾ ദശരഥ മഹാരാജാവ് സഭയിൽ ഇരിക്കുന്ന സമയം കൊട്ടാരത്തിലോട്ട് വിശ്വാമിത്ര മഹർഷി വരുന്നു. അദ്ദേഹത്തെ കണ്ടതും സഭയിലുള്ള എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി നിന്നു. രാജാവ് അദ്ദേഹത്തിനരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് അങ്ങേക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? അത് എന്തു തന്നെയായാലും ഞാൻ നൽകിയിരിക്കും. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാജൻ, ഞാൻ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവിടമാകെ അസുരന്മാരുടെ ശല്യം അധികരിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ അവരിൽ നിന്നും യാതൊരു വിധത്തിലും ശല്യമുണ്ടാകാതിരിക്കുവാൻ എനിക്ക് രാമനെ ആവശ്യമാണ്. 10 ദിവസത്തെ യാഗത്തിന് യാതൊരു മുടക്കവും വരാതെ രാമൻ നോക്കിക്കൊള്ളും. താങ്കൾ രാമനെ എന്നോടൊപ്പം അയക്കണം എന്ന് മഹർഷി പറഞ്ഞു നിർത്തി. ഇത് കേട്ടതും രാജാവിന്റെ തലയിൽ ഇടി വെട്ടിയതുപോലെയായിരുന്നു. കാരണം രാമൻ ചെറിയ കുട്ടിയാണ്. അവൻ വലിയ അസുരന്മാരെ നേരിടുക എന്ന് വെച്ചാൽ അവന്റെ ജീവന് തന്നെ ദോഷം സംഭവിക്കാം. വിശ്വാമിത്ര മഹർഷിയുടെ കോപം അറിയാമായിരുന്ന ദശരഥ മഹാരാജാവ് കൈകൾ കൂപ്പി പറഞ്ഞു, ഗുരുദേവ, രാമൻ ചെറിയ കുട്ടിയാണ്. അവൻ അത്ര വലിയ അസുരന്മാരെ നേരിടുവാൻ സാധിക്കുകയില്ല. അതിനാൽ ഞാൻ എൻ്റെ സർവ്വ സൈനികരെയും ആയുധങ്ങളും അങ്ങയ്ക്ക് തരാം. അങ്ങ് ദയവായി രാമനെ മാത്രം ചോദിക്കരുത്. ഇത് ഒരു പിതാവിന്റെ അപേക്ഷയാണ്. ഇത് കേട്ടതും വിശ്വാമിത്ര മഹർഷി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുവാനായി തിരിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് സഭയിൽ ഇരുന്ന വസിഷ്ഠ മഹർഷി ദശരഥന്റെ അരികിലേക്ക് ചെന്നു. വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് ഇങ്ങനെ ചോദിക്കുന്നു, മഹാരാജൻ, താങ്കൾ അമിത പുത്രവാത്സല്യത്താൽ പലതും വിസ്മരിക്കുന്നു. താങ്കൾ അദ്ദേഹത്തിന് ചോദിക്കുന്നത് എന്തും നൽകും എന്ന വാക്ക് നൽകിയിരുന്നു. അത് നിറവേറ്റിയില്ല എങ്കിൽ നമ്മുടെ ഈ മൊത്തം ഇഷാക് വംശത്തിന്റെ പേരിനും ആണ് കളങ്കം സംഭവിക്കുന്നത്. അങ്ങ് ഒരു കാര്യം വിസ്മരിക്കരുത് രാജൻ. വിശ്വാമിത്രൻ ഒരു വെറും യോഗിയല്ല. വേണമെങ്കിൽ പുതിയ ഒരു ദേവലോകത്തെ തന്നെ സൃഷ്ടിക്കുവാൻ കഴിവും ശക്തിയുമുള്ള മഹാഋഷിയാണ്. രാമന് ഉറപ്പായും അദ്ദേഹത്തിന്റെ സംരക്ഷണം ഉണ്ടാകും. ഇതെല്ലാം കേട്ടപ്പോൾ രാജാവ് രാമനെ അദ്ദേഹത്തിന്റെ കൂടെ വിടുവാൻ സമ്മതിച്ചു. എന്നാൽ ഒരു പ്രശ്നം, രാമന്റെ ഇപ്പോഴത്തെ മനോനില വളരെ ദാരുണമാണ്. അതിന്റെ കാരണം അറിയുവാൻ രാമനെ സഭയിലേക്ക് വരുത്തിച്ചു. വിശ്വാമിത്രൻ രാമനോട് ചോദിച്ചു, മകനെ, എന്താണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം? രാമൻ പറയുവാൻ ആരംഭിച്ചു, ഞാൻ ദേശപര്യടനത്തിന് പോയ സമയം പല നാടുകളും ദേശങ്ങളും ദർശിച്ചു. എല്ലാ നാടുകളിലും ദേശങ്ങളിലും ഉള്ള മനുഷ്യർക്ക് ഒരുപാട് ദുഃഖങ്ങൾ. മനുഷ്യൻ ജനിക്കുന്നു, കുറച്ചുനാൾ ജീവിക്കുന്നു, മരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ഉള്ള സമയം അവൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ദുഃഖമാണ്. എനിക്ക് അതിന്റെ കാരണം മനസ്സിലായത് ഇതിനൊക്കെ കാരണം അവന്റെ ആശകളാണ്. ഒന്ന് ലഭിക്കുമ്പോൾ മറ്റൊന്നിലേക്ക്, അത് ലഭിച്ചാൽ മറ്റൊന്നിലേക്ക്, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ചക്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നേയില്ല. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മാറി എവിടെ സന്തോഷവും സുഖവും നിറഞ്ഞ ഒരു നില ലഭിക്കും? ദയവായി നിങ്ങൾ എനിക്കത് പറഞ്ഞു തരണം. രാമന്റെ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും മരവിച്ചുപോയി. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ജ്ഞാനം നിറഞ്ഞ ഒരു ചോദ്യം എങ്ങനെ ഈ കുട്ടിയുടെ ഉള്ളിൽ ജനിച്ചു എന്നതായിരുന്നു അവരുടെ ആശ്ചര്യത്തിന് കാരണം.